വെൽക്കം ടു വിഷ്യം IAS അക്കാഡമി. അപ്പോൾ മിയോസിസ് എന്ന ടോപ്പിക്കിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറൽ സയൻസ് ഫോർ UPSC പ്രിലിമിനറി എക്സാമിനേഷൻ. മിയോസിസിൽ മിയോ എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് എന്നാണ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ വേർ ദ ക്രോമസോംസ് നമ്പർ ഈസ് ഹാഫ്ഡ്. മൈറ്റോസിസിൽ ഡബിൾ ദ നമ്പർ ആണെങ്കിൽ chromosomes in each cell double themselves, but in the case of meiosis, the chromosome number is halved from the diploid number to haploid number. And mitosis പോലെ തന്നെ ഇതിലും DNA replications ഉണ്ടാവും during interphase in the parent cell and followed by 2 cycles of nuclear divisions and cell divisions, that is known as meiosis 1 and meiosis 2. അതുപോലെ തന്നെ single diploid cells gives rise to 4 haploid cells. ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് മിയോസിസ് occurs during the formation of sperm eggs. Sperm eggsനാണ് നമ്മൾ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത് in animals during spore formation in plants. അപ്പോൾ ഈ മിയോസിസ് നടക്കുന്ന സമയമാണ് അത് sperm eggs, formation of sperm eggs in animals and during spore formation in plants. മൈറ്റോസിസ് പോലെ തന്നെ മിയോസിസിലും കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ബട്ട് ഡിവൈഡഡ് ഇൻ ടു പ്രൊഫേസ്, മെറ്റഫേസ്, അനാഫേസ് ആൻഡ് ടെലോഫേസ്. ഈ സ്റ്റേജസ് ഒക്കർ ചെയ്യുന്നത് മിയോസിസ് 1 ആൻഡ് അഗെയിൻ ഇൻ മിയോസിസ് 2ലാണ്. അപ്പം മിയോസിസ് 1 എന്താണ് നോക്കാം. അതിനു മുന്നേ ഡിഫറൻസസ് ബിറ്റ്വീൻ സെൽ ഡിവിഷൻസ് ഇൻ അനിമൽ സെൽസ് ആൻഡ് പ്ലാന്റ് സെൽസ് നോക്കാം. പ്ലാന്റ് സെൽസിൽ സെൻട്രിയോൾ ഈസ് ആബ്സെന്റ്, ഇൻ അനിമൽ സെൻട്രിയോൾ ഈസ് പ്രസന്റ്, നോ അസ്റ്റർ ഫോംസ്, അസ്റ്റർ ഈസ് ഫോമിംഗ്. സെൽ ഡിവിഷൻ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് എ സെൽ പ്ലേറ്റ് and cell division involves formation and cleavage of cytoplasm. And in plants it occurs mainly in main stem. It occurs in tissues throughout the body in animal cells. Next, meiosis 1 prophase നോക്കാം. It is the longest phase divided into 4 stages. അതിൽ 4 stages ഉണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. Early prophase 1, prophase 1. നെക്സ്റ്റ് സ്റ്റേജിൽ ക്രോസിംഗ് ആണ് നടക്കുന്നത്. And this stage is called crossing over phase, and the 2 chromosomes are joined at several points along their length. The joining points are called chiasmata, that is cross. Fourth stage is chromosomes of homologous chromosomes continue to repel each other, and bivalents assume particular shapes depending upon the number of chiasmatas. അപ്പോൾ ഈ ജോയിനിങ് പോയിന്റ്സിനോട് ആണല്ലോ നമ്മൾ ചിയാസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ 4th സ്റ്റേജിൽ ക്രോമസോംസ് റിപ്പൽ ചെയ്യും, കണ്ടിന്യൂ ടു റിപ്പൽ ഈച്ച് അതർ, ആൻഡ് ബൈവാലൻസ് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് അസ്യൂം ചെയ്തിട്ട് ഡിപ്പെൻഡിങ് അതെങ്ങനെയായിരിക്കും, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചിയാസ്മാറ്റാസ്. നെക്സ്റ്റ് ഈസ് മെറ്റഫേസ് 1. പ്രൊഫേസ് കഴിഞ്ഞ മെറ്റഫേസ് ആണ്. മെറ്റഫേസ് 1 ബൈവാലൻസ്, ഇപ്പോൾ ബൈവാലൻസ് പെർട്ടിക്കുലർ ഷേപ്പ് അസ്യൂം ചെയ്യുന്നു വന്നില്ലേ, അത് അറേഞ്ച് ചെയ്യും അറൌണ്ട് ദ ക്വാർട്ടർ ഓഫ് ദ സ്പിൻഡിൽ അറ്റാച്ച്ഡ് ബൈ ദ സെൻട്രോമീറ്റേഴ്സ്. ഞാൻ ഇമേജ് ഷോ ചെയ്യാം. യു ക്യാൻ സീ ഫ്രം ദിസ് ഇമേജ്. ഫസ്റ്റ് വൺ ഈസ് early prophase and prophase 1. This is early prophase and prophase 1. This is nuclear envelope, nucleus, natural chromosome, and this is parental chromosomes. And prophase 1 that is second stage, pairs of homologous chromosomes ആണ്. ഇതാണ് അതിലുള്ള centromeres. These are the pairs of homologous chromosomes. Next, ഇതിൽ crossing over during prophase. Okay, this is the crossing over. And rotation occurs and chiasma changes shape of chromatids. ഇതാണ് പ്രൊഫേസ് 1. നെക്സ്റ്റ് മെറ്റഫേസ്, അനാഫേസ് ആൻഡ് ടെലോഫേസ്. മെറ്റഫേസ് എന്താണ് നമ്മൾ നോക്കി. ആൻഡ് അനാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ഹോമോലോഗസ് ക്രോമസോംസിനെ പുൾ ചെയ്യും, ആൻഡ് സെൻട്രോമിയേഴ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സ്പിൻഡിൽസ്. അത് കാരണം തന്നെ ഈ ക്രോമസോംസിനെ 2 ഹാപ്ലോയിഡ് സെറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും, 1 അറ്റ് ഈച്ച് എൻഡ് ഓഫ് ദ സ്പിൻഡിൽ. Okay, next is telophase. The arrival of homologous chromosomes marks the end of meiosis 1. Through the chromosome divide into halves, 2 chromatids still remain present. അതാണ് ടെലോഫേസിൽ നടക്കുന്നത്.
And interphase tool varying in length, this stage is usually present only in animal cells. അപ്പോൾ ഇന്റർഫേസ് 2 എന്നുള്ളത് ആനിമൽ സെൽസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. DNA റെപ്ലിക്കേഷൻസ് പിന്നീട് ഉണ്ടാവില്ല. ഇനി മിയോസിസ് 2 എടുക്കുകയാണെങ്കിൽ സിമിലർ ടു മൈറ്റോസിസ് ആയിരിക്കും, പക്ഷേ പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടെലോഫേസ് 2 അങ്ങനെ ആയിരിക്കും. ഇവിടെ പ്രൊഫേസ് 2 ദിസ് ഈസ് ആബ്സെന്റ്. ഇന്റർഫേസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രൊഫേസ് 2 ആബ്സെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസ്പേഴ്സ് ചെയ്യും, ക്രോമാറ്റിഡ്സ് ചെറുതാവും, തിക്കണാവും, അതുപോലെ സ്പിൻഡിൽ ഫൈബർ അപ്പിയർ ചെയ്യും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പിയർ ചെയ്യും. ഇതാണ് പ്രൊഫേസ് 2 നടക്കുന്നത്. ഇനി മെറ്റാഫേസ് 2 ക്രോമസോംസ് ലൈനപ്പ് ചെയ്യും. സോ യു ക്യാൻ സീ ദ formation of lineup separately around the equator of the spindle. And anaphase 2 the centromeres divide and spindle fibers pull the chromatids to opposite side. അപ്പോൾ anaphase 2 സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ക്രോമാറ്റിഡ്സിനെ 2 ദിശകളിലാക്കി പുൾ ചെയ്ത് മാറ്റും. ആൻഡ് ഇൻ ടെലോഫേസ് 2 4 daughter cells are formed and chromosomes uncoil, lengthen and become very indistinct. Spindle fibers disappear. You can see that it is spindle fibers ഉണ്ടാവില്ല. And centrioles replicate ചെയ്യും. Nuclear envelopes reform around each nucleus. But സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ആകും, അതുപോലെ സെൻട്രിയോൾസ് റെപ്ലിക്കേറ്റ് ചെയ്യും. ആൻഡ് ന്യൂക്ലിയർ എൻവലപ്സ് റിഫോം അറൌണ്ട് ഈച്ച് ന്യൂക്ലിയസ് വിച്ച് നൗ ഹാവ് ദ ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഓഫ് ദ ഒറിജിനൽ പാരന്റ് സെൽ. ദാറ്റ് ഈസ് പാരന്റ് സെല്ലാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ്സിക്വന്റ് ക്ലീവേജ് അനിമൽസിൽ അല്ലെങ്കിൽ ഓർ സെൽ വാൾ ഫോർമേഷൻ. ക്ലീവേജ് എന്ന് പറയുന്ന അനിമൽസിലും സെൽ വാൾ ഫോർമേഷൻ എന്ന പ്രോസസ്സ് പ്ലാന്റ്സിലുമാണ് മെൻഷൻ ചെയ്യുന്നത്. വിൽ പ്രൊഡ്യൂസ് 4 daughter cells from the original single parent. That is this. The process. Okay, you can see 4 daughter cells from the single parent cell. അപ്പോൾ ഇത്രയാണ് മിയോസിസ് 2 പിന്നെ സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹ്യൂജ് നമ്പർ ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. അതായത് സ്കിൻ സെൽസ്, muscle cells, liver cells, brain cells and so on. അതിൽ embryonic stem cells come from human embryos, and this embryonic stem cells provide great promise for treating a variety of conditions including diabetes, Parkinson's disease, heart disease, Alzheimer's disease, arthritis, stroke, അതുപോലെ spinal cord injuries, burns. All those stem cells also exist in adults. Adult stem cells can only give rise to a limited range of cell types. Adultസിലും stem cells ഉണ്ടെങ്കിൽ തന്നെ കൂടെ ഒരു ലിമിറ്റഡ് റേഞ്ച് ഓഫ് സെൽ ടൈപ്സിന് മാത്രമേ അതിനൊരു stem cells can give rise to a limited range of cell types. And പിന്നെ ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്കതൊന്ന് വായിച്ചിടാം. ഗ്രോത്ത് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസിലെ ഫസ്റ്റ് പോയിന്റ്. ദ നമ്പർ ഓഫ് സെൽസ് വിത്തിൻ ആൻ ഓർഗാനിസം ഇൻക്രീസസ് വിച്ച് മേക്സ് ഇറ്റ്സ് ദ ബേസിക് ഗ്രോത്ത് ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് സെൽസ് ഒരു ഓർഗാനിസത്തിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ബേസിസ് ഓഫ് ഗ്രോത്തിനെ തന്നെ ലീഡ് ചെയ്യാണ്. And genetic stability means exact replication of parent DNA makes daughter cells genetically identical. അപ്പോൾ പാരന്റ് DNA എക്സാക്ട് റെപ്ലിക്കേഷൻ ഡോട്ടർ സെൽസിനെ ഐഡന്റിക്കൽ മീൻസ് സെയിം, ഓക്കെ, ജനറ്റിക്കലി ഐഡന്റിക്കൽ ആക്കും. ആൻഡ് സെൽ റീപ്ലേസ്മെന്റ്, ഇപ്പോൾ ട്വിൻസ് എന്ന് പറയുമ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് ആൻഡ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസ് പറയുമ്പോൾ എക്സാക്ട്ലി ദേ ലുക്സ് സെയിം ഈച്ച് അതർ. ഓക്കെ, next is cell replacement. Dying cells are
കോൺസ്റ്റന്റ്ലി റീപ്ലേസ്ഡ് ബൈ ഐഡന്റിക്കൽ നിയർലി ഫോംഡ് സെൽസ്. അപ്പോൾ നശിച്ചു പോകുന്ന സെൽസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് അവർ റീപ്ലേസ് ചെയ്യും, പുതിയതായിട്ട് ഐഡന്റിക്കൽ ഫോംഡ് സെൽസുമായിട്ട് റീപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് റീജനറേഷൻ. സം അറൈവൽ സെൽസ് ആർ ഏബിൾ ടു ജനറേറ്റ് ഹോൾ പാർട്സ് ഓഫ് ദ ബോഡി ബൈ മൈറ്റോസിസ്. നെക്സ്റ്റ് ഈസ് asexual production. The production of new individuals of a species by one parent organisms make mitosis the basis for asexual reproduction. അപ്പോൾ ന്യൂ ഇൻഡിവിജ്വൽസിന്റെ പ്രൊഡക്ഷൻ, ഒരു സ്പീഷ്യസിന്റെ ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് പ്രൊഡക്ഷനിന്റെ എന്തിനാണ് ആക്ച്വലി അത് മേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്സ് ദ മൈറ്റോസിസ് ദ ബേസിസ് ഫോർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. Genetic variation. Meiosis provides opportunities for new combination of genes to occur in gametes. Gametes means sex cells അല്ലെങ്കിൽ reproductive cells എന്നാണ് പറയുന്നത്. Leading to genetic variation in the offsprings. Offsprings means newborn babies അല്ലെങ്കിൽ child of a person. അതിപ്പോ പ്ലാന്റ്സിലാണെങ്കിൽ അങ്ങനെ, അനിമൽസിലാണെങ്കിൽ ബേബീസ് എന്നും പറയും, ഹ്യൂമൻസിലാണെങ്കിൽ ചൈൽഡ് എന്ന് പറയും. സോ ദ ഓഫ്സ്പ്രിങ് മീൻസ് അതിന്റെ ഒരു വസ്തുവിന്റെ കുഞ്ഞ്, അതിനാണ് ന്യൂ ബോൺ, അതിനാണ് ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമറ്റ്സ്. മിയോസിസ് ഡസ് ദിസ് ഇൻ 2 ways. അതായത് 2 വേസിലാണ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് ക്രോമസോംസ് ആൻഡ് ക്രോസിംഗ് ഓവർ ലൈക്ക് മിയോസിസ്. അങ്ങനെയാണ് ഇവിടുത്തെ ജനറ്റിക് വേരിയേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ. മൈറ്റോസിസിലെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ sexual reproduction. During fertilization, the nuclei of the 2 gamete cells fuse. Each gamete has 1 set of chromosomes. ആ ഫ്യൂഷന്റെ ഒരു പ്രൊഡക്ഷൻ ആണ്, ഔട്ട്കം ആണ് സൈഗോട്ട് എന്ന് പറയുന്നത്, which has 2 sets of chromosomes. This makes meiosis the basis for sexual reproduction among all the organisms. അപ്പോൾ മൈറ്റോസിസ് ആണ് ബേസിസ് ഫോർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ meiosis is the basis for sexual reproduction among all the organisms. ഇനി ന്യൂ ടോപ്പിക് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് ക്രോസിംഗ് ഓവർ എന്താണെന്ന് നോക്കാം. ക്രോസിംഗ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസിൽ. ജെനറ്റിക്സ് മീൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ജീൻ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസിന്റെ ബേസിക് യൂണിറ്റ് എന്താ വെച്ചാൽ ജീൻ ആണ് ബേസിക് യൂണിറ്റ്. ഗ്രെഗർ മെൻഡൽ, ഓസ്ട്രിയ, ഈസ് നോൺ ഫോർ ഹിസ് സ്റ്റഡി ഓഫ് ദ ഫീനോടൈപ്പ് ഓഫ് ഗാർഡൻ പീ പ്ലാന്റ്സ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ഫീനോടൈപ്പ് മീൻസ് the observable properties of an organisms that are produced because of the genotype are called phenotype. And what is genotype? Genotypes are the combination of gene or allele. The traits which is inherited are the result of our genotype. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ജീൻസ് ആണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ട്രെയ്റ്റ്സ് ആണ് റിസൾട്ട് ഓഫ് ജീനോടൈപ്പ്. ആൻഡ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് the observable properties of an organisms that are produced. ജീനോടൈപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പ്രൊഡ്യൂസ് ചെയ്ത തിങ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഒബ്സർവബിൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രെഗർ മെൻഡൽ is known for his study of the phenotype of garden pea plants. അപ്പോൾ ജസ്റ്റ് ജെനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അബൌട്ട് ജെനറ്റിക്സ്, മെൻഡലിയൻ ജെനറ്റിക്സ് ആൻഡ് ഡീഹൈബ്രിഡ് ക്രോസിംഗ്, അതുപോലെ മെൻഡൽസ് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. അതുപോലെ XY ക്രോമസോംസ്, സെക്സ് ഡിറ്റർമിനേഷൻ, DNA, RNA, അത് നമുക്ക് നോക്കാം. Until then, I am signing off. Thank you.